ഇതൊരു താൽക്കാലിക രക്ഷ മാത്രം. ഗൗരിയുടെ ആത്മാവിനെ താൽക്കാലികമായി നേരിടാം. അവൾ കൂടുതൽ ശക്തി പ്രാപിക്കാതിരിക്കാൻ ഇത് മാത്രമാണ് പരിഹാരം. എന്നാ അങ്ങനെ ചെയ്യാം. ഇതാണ് ആ രക്ഷാകവചം മണി. ഇന്ന് മഹി ഓഫീസിൽ വരില്ല. ഇന്ന് അവിടെ എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടോ അതെല്ലാം മാറ്റിവെക്കണം. അമ്മേ വേണ്ട, മഹിയെ വിളിച്ച് ഇപ്പൊ ഒരു കാര്യം ചോദിക്കരുത്. അമ്മേ, അവനിന്ന് കോടതിയിലേക്ക് പോകുന്നതിന്റെ ടെൻഷനില്ല. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മഹി അവിടെ ഇല്ലാതെ ഒരു മീറ്റിംഗ് നടത്തരുത്. എല്ലാം പോസ്റ്റ്പോൺ ചെയ്തേക്കും. അമ്മേ, ഏട്ടന്റെ കമ്പനിയിൽ ഒരു ദിവസം പോകാൻ കഴിഞ്ഞില്ല എന്ന് കരുതി അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യണോ? ഇവിടെ ഞാനും അജിത്തേട്ടനും ദേ രാഹുലും ഒക്കെ ഇല്ലേ. കുറച്ച് കാര്യങ്ങള് ഞങ്ങളും കൂടി നോക്കാം. രാഹുലിന്റെ ഗെയിം കളി പോലെയല്ല കമ്പനി കാര്യങ്ങള്. നീ TV ഷോ കാണുന്നത് പോലെ രസകരവുമല്ല. പിന്നെ നിന്റെ ഭർത്താവേ ഷോർട്ട് ഫിലിം എടുക്കാൻ നടക്കുന്ന പോലെയുമല്ല. കൈലാസ് ഗ്രൂപ്പിന്റെ ജീവശ്വാസം മഹിയ. അവൻ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾ എല്ലാവരും കൂടി പരിശ്രമിച്ചാൽ 1 മാസം കൊണ്ട് തീരില്ല. അതാണ് മഹിയുടെ വിജയ രഹസ്യവും. ഈ മഹി ആരാ? ദൈവമാണോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? കൈലാസ് ഗ്രൂപ്പിന്റെ കാണപ്പെട്ട ദൈവം തന്നെയാ മഹി. ആ കാര്യത്തില് നിനക്ക് സംശയമുണ്ടോ? ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മറ്റൊരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നെ ഇവളെയും പ്രസവിച്ച അമ്മയാണോ നിങ്ങള്? അതോ മഹിയാണോ നിങ്ങളുടെ സ്വന്തം മകൻ? രാഹുൽ, അല്ല, കുറെ നാളായി എനിക്ക് തോന്നുന്ന സംശയം ഇത്. സ്വന്തം മക്കളായ ഞാനും ഇവളും അമ്മയുടെ മക്കളാണെന്ന് തോന്നുന്നേയില്ല. വിശ്വനാഥൻ സാറിന്റെ മകൻ മഹി അമ്മയുടെ സ്വന്തം പുത്രനും. രാഹുലെ, നീ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. രേഷ്മയൊന്നും ഉണ്ടായിരിക്കും. പറയാനുള്ള കാര്യങ്ങളെ അവസരം വരുമ്പോ പറയുക തന്നെ വേണം. സ്വന്തം മക്കളായ നമ്മളോട് അമ്മയ്ക്ക് സ്നേഹമില്ല, മതിപ്പില്ല. എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം. വിശ്വനാഥൻ സാറിന്റെ മകൻ മഹിയോട് എന്താ ഒരു സ്നേഹം! ഇവൻ എന്താ ഈ പറയുന്നേ? നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം? എന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരാ? എനിക്ക് ഈ വീട്ടിൽ എന്താ സ്ഥാനം? എന്റെ വാക്കിന് ഈ വീട്ടിൽ ആരെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞ മൈൻഡ് ചെയ്യാറില്ല അമ്മ. അമ്മ മാത്രമല്ല, പലരും. അതേസമയം മഹി ആണെങ്കിൽ ടോട്ടൽ പിക്ചർ ചേഞ്ച് ആവും. മഹി തുമ്മിയ അമ്മ ഞെട്ടും. മഹിയുടെ ഭാവം മാറിയ അമ്മ ടെൻഷനാവും. മഹി ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റായ അമ്മയ്ക്ക് വെപ്രാളോ. മഹി ഫുഡ് കഴിച്ചില്ലെങ്കിൽ അതിന്റെ കാരണവും തേടി അമ്മ നടക്കും. ഈ വീട്ടിൽ എന്ത് വിഷയം സംസാരിച്ചാലും മഹിയുടെ പേര് 10 തവണയെങ്കിലും അമ്മ പറയും. വൈ? നിങ്ങൾ മനസ്സിൽ കുറിച്ചോ? ഈ മഹി നിങ്ങൾ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. അന്ന് സ്വന്തം മോനെ ഞാനേ ഉണ്ടാവൂ ഒരു തുള്ളി വെള്ളം തരാൻ. രാഹുൽ, നീ ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നീ ആ വാക്ക് പറഞ്ഞത് എനിക്കത്ര ദഹിച്ചിട്ടില്ല. നീ എന്താ പറഞ്ഞത്? നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, നിന്റെ വാക്കിനെ ആരും മാനിക്കുന്നില്ല, നിന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഇതെല്ലാം മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ ചെയ്യാറുണ്ടോ? മോനെ, അവൻ പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. വിവരമില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവൻ പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷെ ഇവന് വിവരക്കേടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുത്ത ശേഷം ഇവൻ ഈ വീട്ടിൽ താമസിച്ചാ മതി. ഷർട്ട് അയക്കടാ.
ഷർട്ട് അഴിക്കാൻ. അനുസരിച്ചില്ലെങ്കിൽ ഈ വീടിന് പുറത്തേക്കാണ് നിന്റെ വഴി. ഷർട്ട് അഴിക്കാൻ. നിന്റെ മസിൽസ് ഒക്കെ ഒന്ന് കാണട്ടെ. ഷർട്ട് അഴിക്കാൻ. ഇനി ആ ജീൻസ് അഴിക്കടാ. അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് പുറത്തേക്ക് പോവാം. ഈ മസിൽസ് ഉണ്ടാക്കിയെടുക്കാനല്ലേ നീ രണ്ടു നേരം ജിമ്മിൽ പോകുന്നത്? ഞാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ വില കൂടിയ ഫോൺ നീ ഉപയോഗിക്കുന്നു. മെനി മെനി കളർഫുൾ ഷർട്ട്സ് ആൻഡ് ജീൻസ്. വിശപ്പ് എന്തെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോളാം? ആഡംബര വാഹനങ്ങൾ മാറി മാറി നീ ഉപയോഗിക്കുന്നു. ആഗ്രഹിക്കുമ്പോഴെല്ലാം മോഹിക്കുന്ന സ്ഥലങ്ങളിൽ ഫ്രണ്ട്സുമായിട്ട് നീ ട്രിപ്പ് പോകുന്നു. നിന്റെ പേഴ്സ് എപ്പോഴെങ്കിലും കാലിയായിട്ടുണ്ടോ? അധ്വാനിക്കാതെ ഈ സുഖങ്ങളെല്ലാം നീ ഇന്ന് അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീ ഈ അമ്മയുടെ സ്വന്തം മകനായതുകൊണ്ട്. അതുകൊണ്ട് മാത്രം. സ്വന്തം മകനല്ലാതിരുന്നിട്ടും നിന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ അമ്മയുടെ മനസ്സിന്റെ മഹത്വ. മഹത്വമുള്ള അമ്മയുടെ മകനായിരിക്കുമ്പോ അഭിമാനം തോന്നണം. ഞാൻ ഈ പറഞ്ഞതിന്റെ എല്ലാ അർത്ഥം ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് അറിയണമെങ്കിൽ ബന്ധങ്ങളുടെ വില എന്താണെന്ന് നീ തിരിച്ചറിയണം. എന്താ നിനക്കിനൊന്നും സംസാരിക്കാനില്ലേ? ഇല്ലെന്ന്. ഏട്ടാ, ഇവനോട് സംസാരിച്ച് ഏട്ടന്റെ വിലപ്പെട്ട സമയം കളയണ്ട. കോടതിയിൽ പോവേണ്ടതല്ലേ? ഏട്ടൻ വന്ന് റെഡിയാവ്. വാ ഏട്ടാ, വാ വന്നേ. വെറുതെ എന്തിനാണ്? എനിക്കൊന്നും കേൾക്കണ്ട. രാഹുൽ, ഈയിടെ ഏട്ടെ നിന്റെ അഹങ്കാരം അല്പം കൂടുന്നുണ്ട്. മഹിയെ കൊണ്ട് അത്രയും പറയിപ്പിച്ചപ്പോ നിനക്ക് സമാധാനായല്ലോ. ഈ അപമാനം ഞാൻ മറക്കില്ല. ഇതിന് കാരണം നിങ്ങളാ. ഇവൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ആന്റി. ആന്റി വിഷമിക്കണ്ട. ഈ വീട്ടില് സന്തോഷവും സമാധാനവും കിട്ടാൻ ഒരു പരിഹാരമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഞാനേ അമ്മയും കൂടെ പോയി വിളിച്ചോണ്ട് വരാം. ആന്റി വാ. ഭഗവാനെ, ഈ ഭവനത്തിലെ സർവ്വദോഷങ്ങളും അകറ്റി ഈ കുടുംബത്തിൽ ഐശ്വര്യം വന്ന് വിളയാടണേ. പ്രാർത്ഥിക്കുമോളെ. ഭഗവാനെ, ആ ഗൗരിയുടെ ശല്യം ഈ വീടിനകത്തുണ്ടാവരുതേ. ഈ മണി കെട്ടുന്നതോടെ അവൾക്ക് ഇതിനകത്ത് കാല് കുത്താൻ കഴിയാതാവണേ. അവൾക്ക് എന്നെ തൊടാൻ കഴിയാതെ പോണേ. നാത്തൂനെ, ഇനി ഐശ്വര്യായിട്ട് നാത്തൂൻ തന്നെ ഈ മണികെട്ട്. ദാ ഈ ഭവനത്തിന്റെ രക്ഷാകവചം. വേഗം കെട്ടിക്കോ നാത്തൂനെ. ആന്റി, മണി കെട്ട്. ഈശ്വര, മഹേശ്വര, എന്റെ നാത്തൂന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവണേ. ഇനി ആ ഗൗരി ഇതിനകത്ത് കാലുകുത്തിയ കത്തിക്കരിഞ്ഞ് ചാമ്പലാകണേ ഭഗവാനേ. ഇങ്ങനെയൊരു രക്ഷാകവചം വീടിന് മുന്നിൽ കെട്ടാൻ കഴിഞ്ഞത് നന്നായി. ഇന്നത്തെ ദിവസം തന്നെ ഇത് ചെയ്തോണ്ട് മഹിയുടെ കേസിൽ അനുകൂലമായ വിധി ഉണ്ടാവുന്നതിന് പ്രതീക്ഷിക്കാം. അക്കാര്യത്തിൽ പ്രതീക്ഷ വേണ്ട നാത്തൂനെ. അതെന്താ? എന്തിനാ പ്രതീക്ഷിക്കുന്നേ?
ഉറപ്പായും വിശ്വസിക്കാം. ഈ രക്ഷാകവചം ഇവിടെ കെട്ടിയതുകൊണ്ട് മഹി കേസ് ജയിച്ചിരിക്കും. ഈ നിവേദ്യം മഹിയേട്ടൻ എങ്ങനെ കൊടുക്കുന്നത്? മഹിയേട്ടന്റെ മുറിയിലേക്ക് പോയാലോ? നീ ഇവിടുന്ന് പോയില്ലേ? അത് പോവാനിരുന്നതാ. അപ്പോഴാ ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് ഓർത്തത്. ചൊവ്വാഴ്ച ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടാന്നാ പറയുന്നത്. ഇറങ്ങിപ്പോകുന്ന ആളിന്റെ കൂടെ ആ വീടിന്റെ ഐശ്വര്യവും പോവും. അതുകൊണ്ടാ ഞാൻ പോവാതിരുന്നത്. കയ്യിലെന്താ? ഇത് പായസ ഞാനുണ്ടാക്കി ശ്രീ മഹേശ്വരനെ നീതിച്ചതാ. ശ്രീ മഹേശ്വരന്റെ നിവേദ്യം കഴിച്ച എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും വിജയിക്കും. ഞാൻ ഈ പായസം മഹിയേട്ടന് കൊടുത്തോട്ടെ? വേണ്ട, നീ ഇത് കൊടുക്കണ്ട. ഇതൊക്കെ ചെയ്യാൻ നിന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ? എനിക്ക് സ്വയം തോന്നി ചെയ്തതാ. നിനക്ക് സ്വയം തോന്നിയിട്ട് ചെയ്തതാണെങ്കിലേ ഈ പായസം നീ തന്നെ കഴിച്ചാ മതി. ഇതിൽ അവൾ എന്തെല്ലാം ചേർത്തെന്ന് ആർക്കറിയാം? അയ്യോ, ഇതിൽ അനാവശ്യമായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. അരി, പാല്, വെണ്ണ, കൽക്കണ്ടം, മുന്തിരി. നിർത്ത. ഇപ്പൊ നീ പായസം ഉണ്ടാക്കിയതിരിക്കട്ടെ. അനുവാദം കൂടാതെ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. ഇത് മഹിക്ക് കൊടുക്കണ്ട. പറഞ്ഞത് കേട്ടല്ലോ. അവളുടെ ഒരു പായസം എവിടെയെങ്കിലും പോയിരുന്ന് നീ തന്നെ കുടിക്കടി. ശ്രീ മഹേശ്വര, ഈ നിവേദ്യം മഹിയേട്ടന് കൊടുക്കാൻ ഇവരാരും സമ്മതിക്കുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? നീ എന്താലോചിച്ചോണ്ട് നിക്കുക? ഒന്നുമില്ല. ഇങ്ങനെ ഒരു സാധനം. ആ വാടാ, കേറിയിരിക്കെ. ഇരിക്കുന്നൊന്നുമില്ല. അല്ല, നീ ഇതുവരെ റെഡിയായില്ലേ? നിന്നെയും കൊണ്ട് കോടതിയിലേക്ക് പോകാനാണ് ഞാൻ വന്നത്. നിന്റെ കേസിന്റെ വിധി പറയുന്ന ദിവസം ഇന്നാണെന്ന് നീ മറന്നുപോയോ? ആ മറന്നിട്ടൊന്നുമില്ല, എന്തോ ഒരു ടെൻഷൻ. എന്തിനാടാ ടെൻഷൻ? ഞാനില്ലേ കൂടെ. പിന്നെ സത്യം നിന്നോടൊപ്പമായിരിക്കും. നീ തന്നെ ഈ കേസ് വിജയിക്കും മഹി. വക്കീലേ, ഈ കേസിന്റെ കാര്യത്തിനായി കോടതിയിൽ മുമ്പ് പോയിട്ടുള്ളപ്പോഴെല്ലാം ഇതാ ഇവന്റെ അവസ്ഥ. ആവശ്യമില്ലാത്ത ടെൻഷനാ. മഹി, നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തല്ലേ ഈ കേസിന്റെ വക്കീൽ? പിന്നെ എന്തിനാ മോനെ നീ ടെൻഷൻ ആവുന്നേ? ഇവൻ എന്റെ സുഹൃത്തായതുകൊണ്ട് കോടതി എന്നോട് കരുണ കാണിക്കണമെന്നില്ലല്ലോ അമ്മേ. ഇന്ന് കോടതി വിധി പറയുമ്പോ അത് മഹിയേട്ടനെതിരാവുന്ന മഹിയേട്ടന്റെ പേടി. മോനെ, തെറ്റ് ചെയ്യാത്തവരെന്തിനാ പേടിക്കുന്നത്? തെറ്റിദ്ധാരണ കൊണ്ട് ചിലര് വിഷമിപ്പിച്ചേക്കാം. സത്യം പുറത്തു വരുമ്പോ ആ തെറ്റിദ്ധാരണയെല്ലാം മാറും മോനെ. കേസിന്റെ വിധി മഹിക്ക് അനുകൂലമാവുന്ന എന്റെ വിശ്വാസം. കാരണം മഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ ഒരു കോടതിയും തയ്യാറാവില്ല. അവരുടെ വക്കീൽ അല്പം കുഴപ്പക്കാരനാണല്ലോ. അയാൾ ഇന്നേ ദിവസം മഹിക്കെതിരെ അനാവശ്യമായ മറ്റേതെങ്കിലും ആരോപണമായിട്ട് വരൂ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കോടതിക്ക് മുന്നിൽ നിലനിൽക്കില്ല. കോടതിക്ക് ആവശ്യം തെളിവും സാക്ഷികളുമാണ്. ഈ ആരോപണങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അടുത്തു വർഷം ഒന്ന് കഴിഞ്ഞില്ലേ? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഇങ്ങനെ പഴി കേൾക്കാൻ വയ്യ. വിഷമിക്കാതടാ, ഇതിനെല്ലാം ഇന്നത്തോടെ പരിഹാരം ഉണ്ടാവും. നീ കോടതിയിലേക്ക് പോകാൻ റെഡിയാവും. ഞാൻ വെയിറ്റ് ചെയ്യാം. ചെല്ല്, ചെല്ലടാ. വക്കീലെ, മഹിയേട്ടന്റെ കോടതി ഇന്ന് ശിക്ഷിക്കില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? മഹി ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ആ സത്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഗൗരിയുടെ മരണത്തിന് പിന്നിൽ അവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്ന പോലെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ആ സത്യം എന്നെങ്കിലും പുറത്തു വരും. ആരുടെ ശ്രദ്ധയിൽ പെടാതെ
ഈ നിവേദ്യം മഹിയേട്ടന് എങ്ങനെ കൊടുക്കും? ഒന്നുകൂടി നോക്കിയാലോ? എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നല്ലേ? മഹിയേട്ടാ, ശരി, ഞാൻ വിളിച്ചോളാം. മഹിയേട്ടാ, മഹിയേട്ടാ. മോനെ മഹി, ഉം? മഹി കോടതിയിലേക്ക് പോകുന്നില്ലേ? പോണം. ഞാനൊന്ന് റെഡിയാവാൻ പോവായിരുന്നു. നിന്റെ കേസിൽ അനുകൂല വിധി വരാൻ വേണ്ടിട്ടുണ്ടല്ലോ. ശ്രേയമോള് ക്ഷേത്രത്തിൽ പോയി ഇനി നടത്താൻ ഒരു വഴിപാടും ബാക്കിയില്ല. ശയനപ്രദക്ഷിണ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവൾ അതും ചെയ്തേനെ. ഈ സ്ത്രീ സംസാരിച്ച് മഹിയേട്ടനെ വധിക്കുകയാണല്ലോ. മഹിയേട്ടന് ഈ പായസം കൊടുക്കാൻ ഇവര് സമ്മതിക്കില്ലേ? ഭഗവാനെ, മഹേശ്വര, അവരെ ഒന്ന് ഓടിച്ചു വിടോ. ഷോ, മഹിയേട്ടൻ പോയോ? ഈ പായസം ഞാൻ എങ്ങനെ മഹിയേട്ടന് കൊടുക്കും? നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് ഞാൻ ഈ പായസം ഇത് മഹിക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെന്തിനാ നീ ഇതുമായിട്ട് മഹിയുടെ പിന്നാലെ നടക്കുന്നത്? ഇതൊന്നും മഹിയേട്ടൻ കഴിക്കില്ല. നീ ഇത് കൊണ്ടുപോയി തനിയെ കഴിക്ക. ഇവിടെ നിൽക്കാതെ അപ്പുറത്തെങ്ങാനും പോയിരിക്കെ. വാ മോളെ. ഓ പിന്നെ, മഹിയേട്ടൻ പായസം കഴിക്കില്ല പോലും. ഇതൊക്കെ മഹിയേട്ടൻ പണ്ട് എത്ര കഴിച്ചിട്ടുള്ളതാ. ശ്രീ മഹേശ്വരന്റെ ഈ നിവേദ്യം കഴിക്കാതെ പോയാല് മഹിയേട്ടൻ കേസ് തോറ്റുപോയാലോ? മഹിയേട്ടനെ ഒന്നുകൂടി നോക്കിയാലോ? ഇത് മഹിയേട്ടന് കൊടുക്കാൻ ഒരു വഴി കാണിച്ചതാ ഭഗവാനെ. വേഗം ഇവിടെ നിന്ന് പോ, ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. ആന്റി ഒരു കാര്യം പറഞ്ഞ മോള് ചെയ്യോ? സൗകര്യമില്ല. മാളുന്റെ അച്ഛന്റെ കേസിന്റെ കാര്യാ. കേസിൽ മോളുടെ അച്ഛൻ ജയിക്കണോ തോൽക്കണോ? കേസിൽ തോക്കണം. സ്വന്തം അച്ഛനെ തോൽപ്പിക്കുന്ന മോളാണല്ലോ ഇവള്. ശരി, അച്ഛനെ നമുക്ക് കേസിൽ തോൽപ്പിക്കാം. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? ദാ, ഈ പായസം മോള് കൊണ്ടുപോയി അച്ഛന് കൊടുക്കണം. അച്ഛനത് കഴിച്ചിട്ട് പോയാ കേസിൽ തോറ്റ് തുന്നം പാടും. ഉറപ്പാണോ? ഉറപ്പാ. ഞാനേ ഒളിച്ചിരിക്കാം. പായസം മോള് കൊടുത്താ മതി. എന്നാത്താ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. നല്ല കുട്ടി. ഇത്തവണെങ്കിലും ഈ കേസിന്റെ വിധി പറയുമോ വക്കീലേ? അതോ അതുപോലെ കേസ് അടുത്ത ഹിയറിംഗിന് മാറ്റിവെക്കുവോ? ഹിയറിംഗ് കംപ്ലീറ്റ് ആയ കേസല്ലേ ഇത്. ഇനി വിധി പറയുന്ന ചടങ്ങ് മാത്രമേ ഉള്ളൂ. ആ വിധി നമുക്ക് അനുകൂലമായിരിക്കും. ഈ കേസ് കൊണ്ടാ എന്റെ മോന്റെ സമാധാനം മൊത്തം നഷ്ടമായത്. ഇന്നു മുതലെങ്കിലും അവന് സ്വസ്ഥത കിട്ടണം. ഗൗരി, പലരുടെയും മനസ്സിൽ ഇപ്പൊ ഞാനാണ് നിന്റെ കൊലയാളി. നമ്മുടെ മാളൂട്ടി പോലും അങ്ങനെ വിശ്വസിക്കുന്നു. ഇന്ന് കോടതി വിധി പറയും. ഒന്നുകിൽ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചിവിടേക്ക് വരും. പോയിട്ട് വരാം. അച്ഛാ, അച്ഛാ, വെണ്ണ
വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെ മോളെ, മുത്ത് മാളൂട്ടി, ഒന്നുകൂടെ വിളിച്ചേ അച്ഛാന്ന്. അച്ഛാ. തൊട്ട് കണ്ണാൻ തുമ്പി കണ്ണും നട്ട് പൊന്നാരം പറയേണ്ടേ, കണ്ണീറയേ വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, ദാ പായസം. അച്ഛൻ കഴിച്ചോ? പാദസരമേ. കഴിക്കാം. മോള് തന്നാ അച്ഛൻ കഴിക്കാതിരിക്കില്ലല്ലോ. കാത്തിരുന്ന് ഞാൻ മോൾ എന്ത് തന്നാലും അച്ഛൻ കഴിക്കും. എന്നാ ഞാൻ തരട്ടെ? മുതൽ കൺമണിയേ, പഴയ പാട്ടിൻ പവിഴമല്ലിയിൽ വിരിഞ്ഞു മകളെ, നീ മറന്നു പോയ ശിശിരം. എന്റെ ശ്രീ മഹേശ്വര, മഹേട്ടൻ പായസം കഴിച്ചു.